അങ്ങ് ചോദിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. സാർ, 2 സൈനികരുടെ തലയറുത്ത് കൊന്ന നിഷ്ഠൂരമായ സംഭവമാണ് ഇന്നലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ ഒരു മുറിവാണ്. അങ്ങ് തന്നെ മുൻകൈ എടുത്ത് ഈ സഭയുടെ ഒരു പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. യെസ്, അങ്ങ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള സമയം ശൂന്യവേളയാണ്. ദയവായി ശൂന്യവേളയിൽ അത് ഉന്നയിക്കാൻ അങ്ങ് ശ്രമിക്കണം. യെസ്, ശ്രീ റോഷി അഗസ്റ്റിൻ. ശ്രീ റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. പ്ലീസ്. ഓള നിർമ്മാർജ്ജനത്തിന് കാലാകാലങ്ങളിൽ ദയവായി ഇടപെടലുകളും നടന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയവും സമഗ്രവുമായി ഇക്കാര്യത്തിൽ പ്ലീസ് വിജയകരമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. യെസ് സർ, ഇവിടെ സഭ നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ സഭ നടത്തിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ അല്ലാത്ത നിലപാടെടുക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെ വന്ന് ഇങ്ങനെ ബോളുണ്ടാക്കി സഭയുമായി സഹകരിക്കുമെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ സഭയിൽ പറഞ്ഞില്ലേ? പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞല്ലോ, സഭാ നടപടികളുമായി സഹകരിക്കുമെന്ന്. പ്ലീസ് ഇരിക്കൂ. മതി. പ്ലീസ് ഇരിക്കൂ. സർ, ഉണ്ട്. ഓള നിർമ്മാർജ്ജനത്തിന് കാലാകാലങ്ങളിൽ പല ഇടപെടലുകളും നടന്നിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയവും സമഗ്രവുമായി ഇക്കാര്യത്തിൽ വിജയകരമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. വാട്ടർ ഹൈസിന്ത് ഹാർവസ്റ്റർ എന്ന ജലസേചന വകുപ്പിൻ്റെ കൈവശമുള്ള യന്ത്രം കൊണ്ട് ഒഴുകുന്ന പോളകൾ ശേഖരിക്കാമെങ്കിലും വേരുള്ള അടിത്തട്ടിൽ നിന്ന് വളരുന്ന പോളകൾ നീക്കം ചെയ്യാൻ ഇത് പര്യാപ്തമല്ല. പോള മുറിച്ചു മാറ്റി അതുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊരു പദ്ധതി നിർദ്ദേശം KSEBക്ക് ലഭിച്ചിരുന്നെങ്കിലും പോള ശേഖരിച്ച് ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു വലിയ അളവിൽ എത്തിക്കുന്നതിൻ്റെയും അത് സംഭരിച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലലഭ്യതയുടെ പരിമിതി കാരണം ഈ നിർദ്ദേശം പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. പോള കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കി മാറ്റുന്നതിന് ഇതേ പരിമിതിയാണുള്ളത്. ജൈവികമായി പോള നിയന്ത്രണം സാധ്യമാണെന്ന് കാർഷിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ജലസേചന വകുപ്പ്, കൃഷി വകുപ്പ്, കൃഷി ശാസ്ത്രജ്ഞർ എന്നിവരെല്ലാം ഏകോപിപ്പിച്ച് ഒരു സമഗ്ര സമീപനത്തിന് രൂപം കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇക്കാര്യത്തിൽ നേതൃത്വപരമായ ചുമതല ഹരിത കേരള മിഷൻ ഏകോപിപ്പിക്കുന്നതാണ്. ഈ വർഷം ഒരു പൈലറ്റ് പദ്ധതി ഇക്കാര്യത്തിൽ നടപ്പാക്കണമെന്ന് ഹരിത മിഷന് നിർദ്ദേശം നൽകുന്നതാണ്. ശ്രീ റോഷി അഗസ്റ്റിൻ. സാർ, നമ്മുടെ ജലാശയം ശുദ്ധീകരിക്കാൻ ഗവൺമെൻറ് പല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. സാർ, അതോടൊപ്പം നാം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം സാർ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, കേന്ദ്ര ഭൂജല വകുപ്പ് കേരളത്തിലെ 14 ജില്ലകളിലെ 1334 കിണറുകളിൽ നടത്തിയ പഠനത്തിൽ 1107 എണ്ണത്തിലും ജലനിരപ്പ് താഴ്ന്നിട്ടുള്ളതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാർ, അതിനെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ നേരിടുന്ന കുടിവെള്ള ദൗർലഭ്യം. സാർ, ഈ സാഹചര്യത്തിൽ നമ്മൾ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നവകേരള മിഷൻ പദ്ധതിയിൽ കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ? സർ, നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായുള്ള ഒരു മിഷനാണ് ഹരിത കേരള മിഷൻ. അതിനകത്ത് നമ്മുടെ നിലവിലുള്ള
ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നൊരു ഭാഗമുണ്ട്. എന്നാൽ കടൽ വെള്ളം നല്ല ഉപയോഗപ്രദമായ വെള്ളമാക്കി മാറ്റുന്നത് അത് വേറൊരു പദ്ധതിയാണ്. അത്തരം പദ്ധതിയും നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ. ആ നടപടി ഗൗരവമായി സർക്കാർ പരിഗണിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, വരൾച്ച രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ സാർ മഴവെള്ളത്തിൻ്റെ ഫലപ്രദമായ വിനിയോഗം കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മേൽക്കൂരകളിൽ വീഴുന്ന മഴവെള്ളം നൂതനമായ മാർഗത്തിലൂടെ റെയിനി ഫിൽറ്റർ ഉപയോഗിച്ച് അരിച്ചെടുത്ത് കുഴൽക്കിണറിലേക്കും കടത്തിവിട്ട് ഭൂജല സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഇന്ന് സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സാർ, അത് കൂടുതൽ പ്രായോഗികമാണോ? അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ? സർ, മഴവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. ഈ മഴവെള്ളം മുഴുവൻ അതിൽ ഏറിയ ഭാഗവും അപ്പം തന്നെ ഒലിച്ചു പോകുന്ന തരത്തിലുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതിനാണ് ഈ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ വീടുകളിലും മഴവെള്ളം ശേഖരിക്കുന്നതിനുള്ള മഴക്കുഴികൾ ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചില പഞ്ചായത്തുകൾ ഇപ്പം തന്നെ എല്ലാ വീട്ടുപറമ്പുകളിലും മഴക്കുഴികൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ബഹുമാന്യായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ മഴ വീടിനു മേലെ കിട്ടുമ്പോൾ ഒഴുകി താഴത്ത് പോവുകയാണല്ലോ, അതുതന്നെ ശേഖരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. അത് ഈ പറയുന്ന കുഴിയിലേക്ക് തിരിച്ചുവിടാനും കഴിയും. അങ്ങനെ മഴവെള്ളം നല്ല നിലക്ക് തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതികളാണ് ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഭൂമിയിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള തരത്തിലുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ ഈ മിഷൻ്റെ ഭാഗമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മഴവെള്ളം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ശ്രീ മോൻസ് ജോസഫ്. സർ, ഈ നവകേരള മിഷൻ പദ്ധതിയിലൂടെ ജലാശയങ്ങൾ ശുചീകരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മപരിപാടി അങ്ങ് മറുപടിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന് പ്രത്യേകമായ ഒരു പാക്കേജ് ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. സാർ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ അവിടെ ഈ പോളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൃഷിയെ തടസ്സമായി ബാധിക്കുന്നു, ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം, ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. സാർ, ഇവിടെ കാര്യമായ ഒരു വർക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം ഫണ്ടിൻ്റെ അപര്യാപ്തത ഇതിനകത്തൊരു വലിയ പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. സാർ, ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രൊവിഷൻ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പ്രവൃത്തി നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭരണാനുമതിയോ കാര്യങ്ങളോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. സാർ, ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇത് പരിശോധിക്കുമോ? ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുമോ? സാർ, അതോടൊപ്പം തന്നെ ഇപ്പം ജലാശയങ്ങളുടെ ശുചീകരണത്തിൽ നമുക്കുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് ക്ഷേത്രക്കുളങ്ങളും പൊതുക്കുളങ്ങളും കേരളത്തിലൊട്ടാകെ നോക്കിയാൽ ഏറ്റവും വലിയൊരു ജലസമ്പത്തിൻ്റെ ഒരു സ്രോതസ് തന്നെയാണ്. പക്ഷേ അതെല്ലാം ഇപ്പോൾ മണ്ണ് നിറഞ്ഞും ചെളി നിറഞ്ഞും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ കിടക്കുകയാണ്. മുഴുവൻ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സാർ, ഈ പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രകുളങ്ങളുടെ നവീകരണം, അതുപോലെ പൊതുകുളങ്ങളുടെ നവീകരണം, ഇതുകൂടി നമുക്ക് ജലാശയ ശുചീകരണത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവും? സർ, പോള നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായി സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിന് ഫണ്ടിൻ്റെ ലഭ്യത കുറവല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. ഫലപ്രദമായ രീതിയിലേക്ക് നമുക്ക് നിർമ്മാർജ്ജനത്തിനായി നീങ്ങുകയും ചെയ്യാം. സർ, കുളങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചില ജില്ലകളിൽ വളരെ കൂടുതൽ കുളങ്ങൾ ഇപ്പം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ആരാധനാലയങ്ങളുടെ കുളങ്ങൾ അതും ഈ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ നാട്ടുകാരും സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ശുദ്ധീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. തോമസ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഈ പത്രങ്ങളൊക്കെ ഒരു നിരവധി പ്രാവശ്യം ഇപ്പം മുഖപ്രസവം കഴിഞ്ഞു. ഇപ്പം ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്ത് മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം ഒക്കെ ശേഖരിക്കാവുന്ന ജലാശയങ്ങൾ സാധിക്കുന്നില്ല. കൃഷിക്കാർ വിഷമിക്കുന്നു. സാർ, അങ്ങ് പറഞ്ഞത് എങ്ങനെയാണോ ഇൻഫർമേഷൻ എനിക്കറിയത്തില്ല. അതായത് ഈ പോള ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് കൊണ്ട് ഇപ്പോൾ പോള മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരിട്ടല്ല, കോൺട്രാക്ടേഴ്സിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ഒഴുകി നടക്കുന്ന പോള മാത്രമല്ല മാറ്റുന്നവർ,
താഴോട്ട് പോകുന്ന വേരുകൾ ഉൾപ്പെടെയുള്ള ഇത് മാറ്റാനായിട്ടുള്ള യന്ത്രം ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അത് ടെൻഡർ വിളിച്ചാൽ എടുക്കാൻ ആളുകളുമുണ്ട്. അതുകൊണ്ട് ഒരു സജഷൻ എനിക്കുള്ളത്, ഒന്ന്, ഇതിന് അങ്ങ് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഫണ്ട് ലഭ്യമാക്കണം. എവിടെ ചെന്നാലും ഫണ്ടില്ലെന്നാണ് പറയുന്നത്, ജലസേചന വകുപ്പിലില്ല. അപ്പോൾ ഫണ്ട് ഒന്ന്. രണ്ട്, ലോക്കൽ ബോഡീസ് തയ്യാറാണ്, അപ്പോൾ അവർക്ക് ഇതിന് അനുവാദം കൊടുക്കണം ഫണ്ട് ചെലവഴിക്കാനായിട്ട്. മൂന്ന്, തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ ചെയ്യുന്നുണ്ട്, അല്ല തീർക്കുക. അപ്പോൾ അവിടെ ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഈ പറഞ്ഞ വേരുള്ള ഈ പോളകൾ മാറ്റാൻ യന്ത്രം ഉപയോഗിക്കണം. അത് ടെൻഡർ വിളിച്ചു കൊടുത്താൽ എടുക്കാൻ തയ്യാറാണ്. അതിന് അങ്ങ് പറഞ്ഞ പോലെ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് പരിശോധിക്കാവൂ. സർ, പോള നിർമ്മാർജ്ജനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. അക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ അടക്കം ഇതിൽ ഭാഗവാക്കാവുന്നതാണ്. മറ്റ് എല്ലാ കാര്യങ്ങളും ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഡോക്ടർ എൻ ജയരാജ്. സാർ, അറുതിയില്ലാത്തൊരു വറുതിയിലേക്ക് കൂപ്പുകൊണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലാണ് പുതിയ ജല ഉപയോഗ സംസ്കാരത്തിൻ്റെയും ഇടപെടലിൻ്റെ ഒരു കാലഘട്ടം. അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് നമ്മുടെ നവകേരള മിഷൻ പോലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻപോട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. സാർ, നമ്മുടെ ഈ 44 നദികളിൽ ഏതാണ്ട് 14 നദികൾ ഏതാണ്ട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നു. എൻ്റെ ചോദ്യം, യഥാർത്ഥത്തിലെ ഒരു ജല ഓഡിറ്റിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മിഷൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ യഥാർത്ഥത്തിൽ ജല ഓഡിറ്റിംഗ് എന്നുള്ള സംവിധാനം വളരെ പ്രാധാന്യമുള്ള കാര്യം. മാത്രമല്ല, ജനകീയ ഇടപെടൽ, നമ്മുടെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ പോലുള്ള ജനകീയ ഇടപെടലിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളെ കുറെ കൂടെ കാര്യക്ഷമമാക്കാൻ കഴിയും. ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ എങ്ങനെയാണ് അത്തരം ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഓഡിറ്റിംഗ് സംവിധാനം നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ് സാർ. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഈ നദികൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും ചെറിയ കൈത്തോടുകൾ ഉൾപ്പെടെ ആളുകൾ കയ്യേറി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെയൊക്കെ പഴയ വലിപ്പങ്ങൾ ഇപ്പോൾ ഇല്ല. യഥാർത്ഥത്തിൽ അത് തിരിച്ചെടുത്ത് അത് സംരക്ഷിച്ചുകൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ജലസ്രോതസ്സുകൾ അടിസ്ഥാനപരമായി നമ്മുടെ നദികളെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ആ കാര്യത്തിൽ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുണ്ടാകണം. ഈ കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് നിലപാട് എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇവിടെ നമ്മുടെ നദികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നീക്കം നാം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി തോടുകളും കുളങ്ങളും എല്ലാ ജലസ്രോതസ്സുകളും വീണ്ടെടുക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ തോടുകൾ ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചത് ജനപങ്കാളിത്തത്തിൻ്റെ കാര്യമാണ്. സർ, ഈ പദ്ധതി തന്നെ ജനപങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത്. ഇത് കേവലം ഒരു സർക്കാർ പദ്ധതിയല്ല. സർക്കാർ ലെവലിൽ തീരുമാനിച്ചതാണെങ്കിലും നടപ്പാക്കുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. എന്നാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മാത്രമായൊരു പദ്ധതിയല്ല ഇത്. അതായത് തദ്ദേശഭരണ സ്ഥാപന ലെവലിൽ നടക്കേണ്ട ഒരു ഔദ്യോഗിക പരിപാടി മാത്രമല്ല ഇത്. ഇത് നാട്ടുകാരുടെ ആകെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ല ബഹുജന പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ വളർത്തിക്കൊണ്ടുവരികയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ എം സ്വരാജ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, പോള പോലെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കായലിൻ്റെ തീരത്ത് എക്കലടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ. എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട എടക്കൊച്ചി, കുമ്പളം ഭാഗങ്ങളിലെല്ലാം കായലിൻ്റെ തീരത്ത് ഗുരുതരമായ ഈ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. എക്കൽ വർഷങ്ങളായി അടിഞ്ഞുകൂടി അവിടെ കായലിൻ്റെ തന്നെ ഘടന മാറുന്നു, കായൽ ചുരുങ്ങി വരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചി ഇറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ എക്കലിൽ പുതഞ്ഞ് ചില ആളുകൾ തന്നെ മരണപ്പെട്ട അനുഭവമുണ്ട്. മുൻപൊരു ആന തന്നെ എടക്കൊച്ചിയിൽ ഈ എക്കലിൽ പുതഞ്ഞിട്ട് ചെറിയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗൗരവതരമായ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ സാധിക്കുമോ? എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാൻ സാധിക്കുമോ? അങ്ങനെ കായലിനെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. സർ, നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ജല ഓഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതേവരെ ആലോചിക്കാത്തൊരു കാര്യമാണത്. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി ജല ഓഡിറ്റിങ്ങിലേക്കും നമ്മൾക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ ജല ഓഡിറ്റിങ്ങിൻ്റെ കാര്യവും ഫലപ്രദമായി നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്കലിൻ്റെ പ്രശ്നത്തിൽ ഈ പറഞ്ഞതുപോലെ പോളയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതും നമ്മെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അക്കാര്യത്തിലും ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അത് തയ്യാറാവും.
ശ്രീ കെ ശബരിനാഥ്. തിരുവനന്തപുരം ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സാണ് അരുവിക്കര ഡാം. ഇന്ന് ഡാമിൻ്റെ 30% കാച്ച്മെൻറ്റ് ഏരിയയിൽ പോള ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങളും മണ്ണും ചെളിയും ഒക്കെയാണ്. 2016 ജനുവരി 1-ാം തീയതി അങ്ങ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ അങ്ങയുടെ ആദ്യത്തെ പൊതുപരിപാടി അരുവിക്കര ഡാം സന്ദർശനമായിരുന്നു. അതിനുശേഷം അതിനു മുമ്പും നമ്മൾ ഈ പറഞ്ഞ വീഡ് കട്ടറൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റുവാൻ നോക്കി. പക്ഷേ പൂർവാധികം ശക്തിയോടെ ഇപ്പോഴും അവിടെ പോള വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അരുവിക്കര ഡാമിനെ സംരക്ഷിക്കുവാനും അവിടുത്തെ ഈ മണലും ചെളിയും പോളയും മാറ്റുവാനുള്ള പ്രത്യേക പദ്ധതി അങ്ങ് നിർദ്ദേശിക്കുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. ഉപചോദ്യങ്ങൾ ഒറ്റ വാചകം. സർ, ഈ പോളയുടെ പ്രശ്നം പലയിടങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിലെല്ലാം അത് നീക്കം ചെയ്യുന്നതിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അരുവിക്കരയുടെ പ്രശ്നം പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതും നടപടികൾ എടുക്കാവുന്നതുമാണ്. ശ്രീ മുല്ലക്കര രത്നാകരൻ. സാറേ, നമ്മുടെ ജലം ഭൂമിയിലോട്ട് താഴുന്നതിലിപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഭൂമിയുടെ ഇളക്കമില്ലെങ്കിൽ ജലം താഴുകയല്ല, ഉള്ള ജലം മുഴുവൻ ഒലിച്ച് കടലിലേക്ക് പോകും. ഒന്ന്, നമ്മുടെ ഈ പദ്ധതി ഹരിതം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അതിനൊരു സംവിധാനം ഉണ്ടാവണം, ജലം ഭൂമിയിലേക്ക് താഴണം. 2, പോള ഉൾപ്പെടെ സംവിധാനം ഉണ്ടാവുന്ന മലിനജലം, അതായത് മാലിന്യം മുഴുവൻ ചില വെള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അത് എത്താതിരിക്കാനുള്ള അതും ഹരിതം പദ്ധതിയിലുണ്ട്, സംവിധാനം ഉണ്ടാവണം സാർ. ഇത് രണ്ടും ഉണ്ടാക്കുന്നതിന്, ജലം ഭൂമിയിൽ താഴുന്നതിനും മാലിന്യം ജലാശയങ്ങളിൽ എത്താതിരിക്കുന്നതിനും ഈ പദ്ധതിയിൽ മുൻഗണന നൽകി ഇതൊരു ജനകീയ പദ്ധതിയായി വളർത്താൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. പക്ഷേ അതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നു സാർ. സർ, വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ പല വെള്ള സംഭരണികളിലും, നദികളായാലും കുളങ്ങളായാലും മറ്റ് വെള്ളം ഉള്ള സ്ഥലങ്ങൾ, ആ വെള്ളം കൈകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത മട്ടിലുള്ള വെള്ളമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ ഇതിലൂടെ ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ച് വന്നാൽ നമുക്കതൊരു കുടിവെള്ളമാക്കി മാറ്റാൻ പറ്റണം, കുടിവെള്ള സ്രോതസ്സാക്കണം ഇത്തരം വെള്ളമെല്ലാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുളങ്ങളിലെയും തോടുകളിലെയും നദികളിലെയും വെള്ളമാകെ കുടിവെള്ളത്തിന് പറ്റുന്ന വെള്ളമാക്കി മാറ്റണം, പ്രാദേശിക കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റണം. അതോടൊപ്പം തന്നെ മാലിന്യം നിറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. ഒരു വലിയ ബോധവൽക്കരണത്തിനാണ് നാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടാകെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ പങ്കാളികളായിക്കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ നിലയിൽ നിന്ന് മാറ്റം വരും, ഒരു ബോധവൽക്കരണം നല്ല നിലക്ക് വരും. അതോടൊപ്പം പിന്നീട് മാലിന്യം നിക്ഷേപിക്കുന്ന നില വന്നാൽ കർക്കശമായ നടപടികളിലൂടെ നേരിടേണ്ടതായിട്ടും വരും. ഇത് രണ്ടും ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുക, പൂർണ്ണമായി മാലിന്യമുക്തമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ എം ഉമർ. സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ജലാശയങ്ങൾ, കുളങ്ങളാവട്ടെ, അതല്ലെങ്കിൽ തോടുകൾ, അരുവികൾ, പുഴകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായിട്ടാണ് സർ കണക്കാക്കപ്പെടുന്നത്. സർ, എന്നാൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ കോറികൾ വലിയ രീതിയിൽ രൂപപ്പെട്ട് വലിയ ഏക്കർ കണക്കിനായിട്ടുള്ള സ്ഥലങ്ങൾ വലിയ ജലാശയങ്ങളായി മാറിയിട്ടുണ്ട് സർ. ആ ജലാശയങ്ങൾ സ്വകാര്യ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെയോ അതല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെയോ ഒന്നും പരിധിയിൽ വരുന്നതല്ല. അത് പുതുതായി രൂപപ്പെട്ട ജലാശയങ്ങളാണ് സർ. ഇപ്പം തന്നെ വറ്റാത്ത ഒരുപാട് നീരുറവ് വലിയ രീതിയിലുള്ള ജലാശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പട്ടികയിലും വരാതെ, എന്നാൽ സ്വകാര്യ സ്വത്തായിട്ടായതുകൊണ്ട് ആരും തന്നെ അതിൽ നിന്ന് കോറി അതിൽ പാറ പൊട്ടിക്കാനില്ലാത്തതുകൊണ്ട് അവരത് നോക്കുന്നില്ല. അങ്ങനെയുള്ള ജലാശയങ്ങളായി രൂപപ്പെട്ട വലിയ രീതിയിലുള്ള കോറികൾ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് സർ. സർ, ഹരിത കേരള മിഷൻ്റെ ഭാഗമായി ഈ കോറികളിലുള്ള വെള്ളം ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം വെള്ളം അത്തരം സ്ഥലം ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് പലതും കൊണ്ടുപോയി ഇടാനാണ്, പല മാലിന്യവും കൊണ്ടുപോയി ഇടാനാണ്. അപ്പോൾ അത് മുഴുവൻ ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റെടുക്കാൻ ഇപ്പോൾ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി, ഹരിത കേരള മിഷൻ്റെ ഭാഗമായി പ്രാദേശികമായി സ്വീകരിച്ചു വരുന്നുണ്ട്. മഴ തുടങ്ങുന്ന സമയത്ത് അതൊക്കെ ഇപ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ മഴയുടെ തുടക്കത്തിൽ തന്നെ കളച്ചിട്ടാൽ വെള്ളം അതിലൂടെ കിരിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്ന നിലയുണ്ടാവും. അതുപോലെ തന്നെ വെള്ളം
മണ്ണിലേക്ക് ഇറങ്ങുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഓരോ പ്രദേശത്തും ചെയ്യണം എന്നതും ഇതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. ശ്രീ കെ മുരളീധരൻ. അധികം ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. ഇവിടെ പോളയല്ല പ്രധാന കാരണം. പല ഡ്രെയിനേജ് ലൈനുകളും ചെന്ന് പതിക്കുന്നത് ഈ ജലാശയങ്ങളിലാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പത്മതീർത്ഥക്കുളം, ഇപ്പോൾ പാർവതി പുത്തനാൽ. ഇതെല്ലാം നവീകരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നഗരത്തിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നെയ്യാറിൽ നിന്ന് ജലം അരുവിക്കരയ്ക്കൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പകുതി എഫർട്ട് എടുത്താൽ മതി ഈ പാർവതി പുത്തനാരൊക്കെ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ. ഈ കാര്യത്തിൽ ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. സർ, നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി ശുദ്ധീകരിക്കേണ്ട ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ് പാർവതി പുത്തനാർ എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതൊരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് നടപ്പാക്കാവുന്നതാണ്. ഇപ്പം തന്നെ അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. ശ്രീ ഐ ബി സതീഷ്. കേരളത്തിൻ്റെ ഭൂഗർഭ ജലനിരപ്പ് അപായകരമാം വിധം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭൂഗർഭജല വകുപ്പിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതും അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും. അതിനുള്ള ഒരു പരിഹാരമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കിണർ റീചാർജിങ്ങും മഴക്കൊയ്ത്തും. സർക്കാർ ഓഫീസുകളിൽ കിണർ റീചാർജിങ്ങും മഴക്കൊയ്ത്തും വ്യാപകമായി നടത്താനുള്ള നിർദ്ദേശം നൽകാനാകുമോ? സർ, നമ്മൾ ഒരു ഘട്ടത്തിൽ കുറച്ച് മുൻപ് ഈ ഉള്ള കിണറുകൾ നികത്തിക്കളയാൻ തന്നെ ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പല കിണറും ഇല്ലാതായി പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് കിണറുകളും മറ്റും പുനർനിർമ്മിക്കുന്നതിനായിട്ട്. ഈ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ വെള്ളം നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങുന്ന സംവിധാനം ഒരുക്കാൻ കഴിയുമെന്നത് ഗൗരവമായി ആലോചിക്കാവുന്നതാണ്. അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യാം. ശ്രീ കെ എം ഷാജി. സർ, അങ്ങ് പറഞ്ഞ പോലെ നമ്മളുടെ ഈ നാട്ടിൽ വെള്ളം സംഭരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് തോട്ടങ്ങളിലൊക്കെ ഉള്ള ഇടക്കുഴികളൊക്കെ പോയി നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിൻ്റെ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കടലിൽ പോയിട്ടാണ് വെള്ളമൊക്കെ പോവുക. അപ്പോൾ ഈ ക്ഷേത്രക്കുളങ്ങൾ നമ്മൾ എടുക്കുന്നതിനൊരു പരിമിതി, ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ പോലും ആ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല കുളം, അതിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം അതിൻ്റെ പരിസര ഭാഗങ്ങളിൽ കിണറുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട് ശരിക്ക്. അതുകൊണ്ട് ഒരു ടൈമിലെങ്കിലും നമുക്ക് MLA-മാർക്ക് അവരുടെ അസറ്റ് ഫണ്ട് അടക്കം ഈ ക്ഷേത്രക്കുളങ്ങൾ നവീകരിക്കുന്നതിന് തരാൻ, അതുപോലെ തന്നാൽ അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പള്ളിക്കുളങ്ങളും അതുപോലെ തന്നെ പള്ളിക്കുളങ്ങളും ഉണ്ട്. അപ്പോൾ അതിനൊരു അവസരം തരാൻ ഗവൺമെൻറ് ആലോചിക്കും. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കുളങ്ങൾ നവീകരിക്കുന്നതിന് ഇപ്പം തന്നെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കുളങ്ങളൊക്കെ ഇപ്പോൾ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മറ്റ് തടസ്സങ്ങൾ ആരാധനാലയങ്ങൾക്കുമുള്ളതല്ല. കാരണം അവർക്ക് നല്ല വെള്ളം ആവശ്യമാണല്ലോ. നമ്മൾ അതെവിടെ എടുത്തു കൊണ്ടുപോകുന്നില്ല. അതോടൊപ്പം വെള്ളം എല്ലാ കാര്യത്തിനും ഇതിനുള്ള ഒരു പ്രശ്നം ഈ നവകേരള മിഷൻ്റെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗം ഫണ്ടുണ്ട്, മറ്റൊരു ഭാഗം വളണ്ടിയർ വർക്കുണ്ട്. നാട്ടുകാർ നല്ലതുപോലെ അതുമായി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലയിടത്തും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്നാൽ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് MLA-മാർക്കും അതുമായി ബന്ധപ്പെട്ട് ഫണ്ടോ ആസ്തി ഫണ്ടോ ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കുന്ന അനുവാദം കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വരികയല്ലേ, പറഞ്ഞു തീരട്ടെ. അത് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ വല്ല തടസ്സമുണ്ടെങ്കിൽ അത് നമുക്ക് നീക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ കൺക്ലൂഷനായി ചോദ്യം നമ്പർ 152 ശ്രീ TV രാജേഷ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, A and B പൊതുമേഖലാ ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആർദ്രം മിഷൻ ആരംഭിച്ചിട്ടുള്ളത് ഇപ്രകാരമുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ്. പൊതു ആരോഗ്യ സംവിധാനം ശാക്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ താഴെ പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഗുണമേന്മയുള്ളതും മിനിസ്റ്റർ ഉത്തരം അധികം ഉണ്ടെങ്കിൽ ടേബിൾ ചെയ്താലും മതി. പ്രധാനപ്പെട്ട പറഞ്ഞിട്ട് കുറെ അധികം ഉണ്ടോ? 4 പേജുണ്ട്. ശ്രീ TV രാജേഷ്. സർ, നമ്മുടെ ആരോഗ്യ മേഖലയുടെ
അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2000 കോടി രൂപ പ്രഖ്യാപിച്ച സർക്കാരാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക്